കരിമണൽ കർത്തയുടെ കമ്പനി, ആ കമ്പനിയിലെ ഓഫീസ്, അവിടെ ഒരു ഡയറി, അവിടേക്ക് ഇൻകം ടാക്സ് ഓഫീസർമാർ വരുന്നു, ആ ഡയറി പരിശോധിക്കുന്നു, ആ ഡയറി കൊണ്ടുപോകുന്നു. ആ ഡയറിയിലെ ഒരു പേജ് വിടർത്തി വെച്ചിട്ട് കരിമണൽ കർത്തയുടെ കമ്പനിയിലെ ഉദ്യോഗസ്ഥന്മാരോട് വരാൻ പറയുന്നു. എന്നിട്ട് പറഞ്ഞു, ഇതിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു 1.25 കോടി രൂപ അതിന്റെ കണക്കും തുമ്പൊന്നും എവിടെ ഒക്കണില്ല, ഇത് ആർക്കാ കൊടുത്തത്? ഉദ്യോഗസ്ഥന്മാർക്ക് മിണ്ടാട്ടില്ല. ഇതൊരു വീണയ്ക്കാണല്ലോ കൊടുത്തത്. ഏതാ ഈ വീണ? ഉദ്യോഗസ്ഥന്മാർക്ക് മിണ്ടാട്ടില്ല. വീണയെ പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങളും അറിയില്ല. വീണയുടെ മുഴുവൻ പേര് തൈക്കണ്ടിയിൽ, അച്ഛന്റെ പേര് വിജയൻ, മേൽവിലാസം പാറപ്രം, പിണറായി, ധർമ്മടം, കണ്ണൂർ, കേരളം. ചേർത്ത് വായിക്കുമ്പോ പാറപ്രത്ത് പിണറായിയിൽ ജനിച്ച വിജയൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആ കമ്പനി കൊടുത്ത കോഴ 1.25 കോടി. ആ തെളിവ് ഇപ്പോഴും അമിത്ഷാ നിയന്ത്രിക്കുന്ന, നരേന്ദ്രമോദി നിയന്ത്രിക്കുന്ന ഇൻകം ടാക്സിന്റെ കയ്യിലുണ്ട്. അവരുടെ ട്രിബ്യൂണലിന്റെ കണ്ടെത്തലുണ്ട്. ഹേമന്ത് സോറനെ വെറുതെ വിടാത്ത, അരവിന്ദ് കെജ്രിവാളിനെ വെറുതെ വിടാത്ത, ലല്ലു പ്രസാദ് യാദവിനെ വെറുതെ വിടാത്ത, രാജ്യത്തെ ഒരു പ്രതിപക്ഷ പാർട്ടിയുടെയും നേതാവിന് അറസ്റ്റ് ചെയ്യാൻ അവസരം ലഭിച്ചാൽ 1/2 മിനിറ്റ് പാഴാകാത്ത വേട്ടക്കെട്ടുകളെ പോലെ പാഞ്ഞെത്തി അവരെ പിടികൂടി തുറുങ്കിലടക്കുന്ന അമിത്ഷായുടെ കൽപ്പനയുടെ പുറത്ത് ചലിക്കുന്ന ED, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, ഇൻകം ടാക്സ്, CBI ഇതുവരെ സ്നേഹമുള്ളവരെ ഒരു നോട്ടീസ് കൊടുത്തിട്ടില്ല, ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടില്ല. പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി മാസപ്പടി കേസിൽ മകള് പ്രതിയായിരിക്കെ തന്നെ സുരക്ഷിതനാണ്. ഹേമന്ത് സോറനില്ലാത്ത, അരവിന്ദ് കെജ്രിവാളിനില്ലാത്ത, രാഹുൽ ഗാന്ധിക്ക് ലഭിക്കാത്ത, വന്ധ്യവയോധികയായ സോണിയാഗാന്ധിക്ക് പോലും ലഭിക്കാത്ത പരിരക്ഷ, ഇമ്മ്യൂണിറ്റി കേരളത്തിന്റെ CPM-ന്റെ മുഖ്യമന്ത്രിക്ക് ലഭിക്കുന്നുവെങ്കിൽ ഒറ്റ കാരണം, മത്സരിച്ചത് ചുറ്റികാരുവാൾ നക്ഷത്രമടയാളത്തിലാണ്. ഉയർത്തിപ്പിടിക്കുന്നത് CPM-ന്റെ കൊടിയാണ്. പക്ഷെ പിണറായി വിജയന്റെ ഹൃദയത്തിൽ ഉയരെ ഉയരെ ഒരു കാവിക്കൊടി ഉയർത്തിക്കെട്ടിയിട്ടുണ്ട്. പിണറായി വിജയനെ നിയന്ത്രിക്കുന്നത് RSS ആണ്. RSSന് വേണ്ടി കേരളം ഭരിക്കുന്ന ഒറ്റുകാരനെന്ന പിണറായി വിജയനെ ചരിത്രം രേഖപ്പെടുത്തും. ഇനി നിങ്ങൾക്ക് എന്താ തെളിവ് വേണ്ടത്? നിങ്ങൾ പറയുക, എന്താ തെളിവ് വേണ്ടത്? ഇപ്പോഴോ എന്താ കാണുന്നത്? ഞാൻ പറഞ്ഞല്ലോ, പാലക്കാട് നീല ട്രോളി ഭാഗമായിരുന്നു. ഈ വടകരയിലെ മനുഷ്യർ മറന്നു പോകരുത്. ഞാനതിലെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, പക്ഷെ ഓർമ്മപ്പെടുത്താണ്. ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴോ, ഇവിടെ ഇരിപ്പുണ്ട് പ്രിയപ്പെട്ട നിങ്ങളുടെ MLA ആയിരുന്ന പാറക്കൽ അബ്ദുള്ള സാഹിബ്, സുപ്രീം കോടതിയിൽ മുസ്ലിം ലീഗ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു നിയമ പോരാട്ടമുണ്ട്. കാഫർ സ്ക്രീൻഷോട്ടിനെതിരെ കാഫറുകളായി കാണുന്നവരാണ് ഈ കൂട്ടരുണ്ടല്ലോ. ഈ കൂട്ടര് ഷാഫി പറമ്പലിന്റെ പ്രകടനത്തിൽ നമ്മൾ കണ്ട പറതയിട്ട പെണ്ണുങ്ങള്, തൊപ്പിവെച്ച മാപ്പിളമാർ, നിങ്ങൾ വിചാരിക്കുന്നിടത്തല്ല. അവർക്ക് പരസമൂഹത്തിൽപ്പെട്ട മനുഷ്യർ കാഫറുകളാണ് എന്ന നെറുകേട് പുറത്തു വന്നപ്പോ ഞാനും നിങ്ങളൊക്കെ ആദ്യം സംശയിച്ചു, ഇത് BJP ഉണ്ടാക്കിയതായിരിക്കും, RSS ഉണ്ടാക്കിയതായിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞ ഈ വംശീയ വിദ്വേഷത്തിന്റെ, മുസ്ലിം വിരുദ്ധതയുടെ രാഷ്ട്രീയം ഒളിയും മറയുമില്ലാതെ രാജ്യത്ത് പ്രയോഗിക്കുന്നത് അവർ. വടകരയുടെ അനുഭവത്തിൽ നമുക്ക് എന്താ ബോധ്യപ്പെട്ടത്? അന്വേഷണം പോയി നിന്നത് DYFIയുടെ നേതാവ് റിബേഷ് എന്ന ആളിന്റെ പേരിൽ. അവർ വിചാരിച്ചത് ഈ കാഫർ സ്ക്രീൻഷോട്ട് എടുത്ത് ലീഗിന്റെ തലയിൽ അങ്ങ് വെച്ചു കൊടുത്താൽ ലീഗ് അതും പേറി നടന്നോളൂ. ലീഗിനെ ചൂണ്ടിക്കാണിക്കാം, വർഗീയവാദികൾ എന്ന് വിളിക്കാം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരും, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും, ഈ കാഫർ സ്ക്രീൻഷോട്ട് എന്ന മാറാപ്പ് പേര് നടന്ന് ലീഗ് തോറ്റ് തുന്നം പാടും. പക്ഷെ ഇങ്ങനെയുള്ള വെച്ചുമാറാപ്പ് നിങ്ങൾ മറ്റുള്ളവന്റെ തലയിൽ കയറ്റിവെക്കാൻ ശ്രമിക്കുമ്പോ അങ്ങനെ ആരാന്റെ വിഴുപ്പ് ഭാണ്ഡം പേറി നടന്ന പാരമ്പര്യം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഇല്ല എന്ന് മനസ്സിലാക്കിക്കോ. കോടതിയിൽ പോയി ഇപ്പൊ ആ ഭാണ്ഡം ഒരു മടിയും കൂടാതെ നമ്മള് അവരുടെ തലയിലേക്ക് കെട്ടിവെച്ചു കൊടുത്തു. അപ്പൊ പാണക്കാട്ട തങ്ങളെ മെക്കിട്ട് കയറണം. അതിലെന്ത് വേണം? അതിന് ജമാഅത്തെ ഇസ്ലാമി എന്നാണ്. ഞാനിപ്പോ ഇവിടേക്ക് വരുമ്പോ ആയഞ്ചേരി എത്തിയപ്പോ എന്നോടത്ത് യൂത്ത് ലീഗുകാരനും, ആയഞ്ചേരി കേരളത്തിലെ പ്രത്യേകതയുള്ള ഒരു സ്ഥലത്ത് NCPയുടെ ഓഫീസ് അവിടെ ഉണ്ട്, എല്ലാ പാർട്ടികളുണ്ട്, എല്ലാ സംഘടനകളും അവിടെ ഉണ്ട് എന്നാണ്. വടകര, കുറ്റ്യാടി, ആയഞ്ചേരി, ഈ പറയുന്ന വിലാതപുരം രാഷ്ട്രീയ പ്രബുദ്ധതയുടെ പ്രദേശമാണ്. ഇപ്പൊ അവര് പറയുന്നത്, പിണറായി പറയുന്നത് മുഖ്യമന്ത്രി സാദിഖ് അലി തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെയാണ്. നമ്മൾ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ചരിത്രം ഒന്ന് പരിശോധിക്കുക. ജമാഅത്തെ ഇസ്ലാമി രാജ്യത്ത് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അവിഭക്ത ഭാരതത്തിൽ മൗലാന മൗദൂദി ഉണ്ടാക്കിയ സംഘടന. രാജ്യം വിഭജിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പാകിസ്ഥാനിലേക്ക് പോയി. ജമാഅത്തെ ഇസ്ലാമിക്കാർ കുറെ ഇന്ത്യയിൽ ബാക്കിയായി അവരിവിടെ പ്രവർത്തിക്കാൻ തുടങ്ങി. അവരുടെ ചരിത്രം, നേരത്തെ ഞാൻ പറഞ്ഞ യഹോവ സാക്ഷികൾ രക്തം സ്വീകരിക്കുമായിരുന്നില്ല, ഇവർ ഗവൺമെന്റ് ജോലി കിട്ടിയാൽ സ്വീകരിക്കുമായിരുന്നില്ല.
വോട്ട് ചെയ്യുമായിരുന്നില്ല, സ്ഥാനാർത്ഥികളെ നിർത്തുമായിരുന്നില്ല. പിണറായി വിജയൻ കാതു തുറന്നു കേൾക്കണം. 47 മുതൽ 77 വരെ അടിയന്തരാവസ്ഥ പിൻവലിക്കപ്പെട്ട് രാജ്യത്ത് നടന്ന പൊതു തിരഞ്ഞെടുപ്പ് വരെ കേരളത്തിലെ രാജ്യത്തെ ഒരു ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകനും അവരുടെ വിരൽ തുമ്പിൽ വോട്ടെടുപ്പിന്റെ മഷി പുരട്ടിയിട്ടില്ല. അത് പുരട്ടിയാൽ ഇസ്ലാമികമായി തെറ്റാണ് എന്നവർ വിശ്വസിച്ചിരുന്നു. 77 നിങ്ങൾ കേൾക്കണം, അവരാദ്യമായി വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അടിയന്തരാവസ്ഥ കഴിഞ്ഞ് നടന്ന തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ തൊട്ടടുത്തുള്ള കൂത്തുപറമ്പിലെ LDFന്റെ ഇടതുപക്ഷത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയുടെ പേര് പിണറായി വിജയൻ. അന്നത്തെ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത LK അദ്വാനി, അടൽ ബിഹാരി വാജ്പേയി, സിക്കന്ദർ ഭക്ത്, മുരളി മനോഹർ ജോഷി, ഈ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ RSSകാർ നേതൃത്വം കൊടുക്കുന്ന ജനതാ പാർട്ടി, ആ ജനതാ പാർട്ടിയുടെ വോട്ട്, ആ ജനതാ പാർട്ടിയുടെ സഖ്യം കൂത്തുപറമ്പിൽ ലഭിച്ചത് പിണറായി വിജയന്. 77 കൂത്തുപറമ്പിൽ നിന്ന് കേരള നിയമസഭയിലേക്ക് പിണറായി വിജയൻ പോയത് RSSന്റെ വോട്ട് വാങ്ങിച്ച്. ഈ ചരിത്രം പിണറായി വിജയൻ നിഷേധിച്ചാൽ കേരളത്തിൽ ലീഗിന്റെ ആഫീസൊക്കെ പൂട്ടിയിട്ട് സഖാവെ ചാവി നിങ്ങളെ ഏൽപ്പിക്കും ഞങ്ങള്. ഒരു ഭാഗത്ത് RSSന്റെ വോട്ട്, മറുഭാഗത്തോ ജമാഅത്തെ ഇസ്ലാമി. 77 ആദ്യമായി വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച, അവരെ നിരോധിച്ച കോൺഗ്രസിനെതിരെ വോട്ട് ചെയ്യണം. കോൺഗ്രസിനെതിരെ വോട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ ആർക്ക് വോട്ട് ചെയ്യണം? കേരളത്തിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം. അന്ന് 77 കൂത്തുപറമ്പിലെ പിണറായി വിജയന്റെ പെട്ടിയിൽ ഒരു ഭാഗത്ത് വീണത് RSSന്റെ വോട്ട്, മറുഭാഗത്ത് വീണത് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട്. ഒന്ന് ഓർക്ക നിങ്ങള്, RSSന്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ഒരു തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് വാങ്ങി കേരളത്തിന്റെ നിയമസഭയിലേക്ക് പോയ നേതാവ് ഇന്ന് പറയാണ് ജമാഅത്തെ ഇസ്ലാമി വലിയ പ്രശ്നമാണ്. അവിടുന്ന് അങ്ങോട്ട് അവർ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. എങ്ങനെയാ വോട്ട് ചെയ്യുക? മൂല്യമളക്കും സ്ഥാനാർത്ഥികളുടെ. ഞാൻ അവരെ പരിഹസിക്കുകയല്ല, അവരെ സ്വാതന്ത്ര്യമാണ്. പലപ്പോഴും അവർ മൂല്യമളന്നപ്പോൾ അവരുടെ മൂല്യത്തിന്റെ തട്ട് വിചിത്രമായ രൂപത്തിൽ താന്നിട്ടുണ്ട്. ഒരു തവണ അഹമ്മദ് സാഹിബിന് മൂല്യം കിട്ടിയില്ല. അഹമ്മദിന്റെ എതിരാളികൾക്ക് വോട്ട് കൊടുത്തു. മഞ്ചേരിയിൽ ലീഗ് തോറ്റ തെരഞ്ഞെടുപ്പ് എനിക്കിപ്പോഴും മറക്കാൻ കഴിയില്ല. അന്ന് ലീഗ് തോറ്റപ്പോ ഒരുപക്ഷെ നിങ്ങളൊക്കെ വിഷമിച്ചവരായിരിക്കും. അന്ന് സന്തോഷം സഹിക്കാൻ പറ്റും. ലീഗ് ഒന്ന് തോറ്റതിന് ഇരുന്നിടത്തിരുന്ന് തുള്ളിച്ചാടിയ ആളാണ് ഞാൻ. എൻ്റെ നാട്ടിലെ ലീഗർക്ക് പച്ച ലഡു കൊടുത്തോനാ 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഞാൻ. അത് നമ്മൾ വേറെ സ്കൂളിലായിരുന്നുകൊണ്ടാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഒരു ഭാഗത്ത് KPA മജീദ്, മറുഭാഗത്ത് TK ഹംസ. ജമാഅത്തെ ഇസ്ലാമി പിന്നെയും ത്രാസ് വെച്ച് തൂക്കി. തട്ട് താണത് ഹംസാക്കാക്ക്. പിന്നെ ഞാൻ ഹംസാക്കായും പറയുന്നുണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക്. തട്ട് താണത് ഹംസാക്കാന്റെ വോട്ട് ഹംസാക്കാക്ക്. തീർന്നില്ല. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇപ്പൊ LDFന്റെ വേദിയിൽ കയറി നിന്ന് നാഴികക്ക് 40 വട്ടം ലീഗിനെ പറയുന്ന, ജമാഅത്തെ ഇസ്ലാമിയെ പറയുന്ന പിണറായി വിജയനെ പോലും ലജ്ജിപ്പിക്കുന്ന രൂപത്തിൽ പാണക്കാട്ട് തങ്ങളെ ചീത്ത വിളിക്കുന്ന KT ജലീൽ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബ്. ജമാഅത്തെ ഇസ്ലാമി തട്ട് വെച്ച് തൂക്കി. താണത് KT ജലീലിന്റെ തട്ട്. അവിടം മുതൽ ഇങ്ങോട്ട് 2011 വരെ ഈ കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്ത തെരഞ്ഞെടുപ്പുകളിൽ മുഴുവൻ അവരുടെ വോട്ട് ഉളുപ്പില്ലാതെ എരന്ന് വാങ്ങിയത് CPM. ഇപ്പോഴോ ഇവർക്ക് മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കണം. RSSനെ പോലും നാണിപ്പിക്കുന്ന രൂപത്തിൽ മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം ഈ കേരളത്തിൽ പയറ്റണം. കേരളത്തിലായതുകൊണ്ട് നരേന്ദ്രമോദിയെ പോലെ, അമിത്ഷായെ പോലെ നേർക്കുനേരെ നുഴഞ്ഞു കയറ്റക്കാർ എന്ന് വിളിക്കാൻ ധൈര്യമില്ല. നേർക്കുനേരെ പന്നികളെ പോലെ പെറ്റുകൂട്ടുന്നവർ എന്ന് വിളിക്കാൻ ധൈര്യമില്ല. അതുകൊണ്ട് സമുദായത്തെ അടിക്കാൻ ഒരു വടി വേണം. ആ വടിയായിട്ടിപ്പോ ജമാഅത്തെ ഇസ്ലാമിയെ എടുത്തുപയോഗിക്കാൻ ഇവർ ഈ കേരളത്തിൽ BJPയെ പോലും നാണിപ്പിക്കുന്ന അപകടകരമായ രാഷ്ട്രീയം ഇവര് പയറ്റാണ്. ഒന്ന് ഓർത്തു നോക്ക്. ഇന്ന് രാവിലെ പാണക്കാട് വീടിന്റെ മുറ്റത്തേക്ക് ഒരാൾ കയറി വന്നു. നിങ്ങൾ അറിയാത്ത ആളല്ല. ഇവിടെ ഇരിക്കുന്ന സഹോദരിമാർ നിങ്ങളൊക്കെ ചാനൽ ചർച്ചകൾ കാണുന്നവരാണ്. ആ ചാനൽ ചർച്ചകളിലൊക്കെ സ്ഥിരമായി വരുമായിരുന്ന ഒരാൾ തന്റെ മൂർച്ചയുള്ള നാവുകൊണ്ട് ഒരു മറയും മടിയുമില്ലാതെ സംഘപരിവാറിന്റെ ആശയ പരിസരത്തു നിന്ന് അവരുടെ രാഷ്ട്രീയം സംസാരിച്ച ഒരാൾ. ഞാൻ പറയുന്നത് സന്ദീപ് വാര്യരെ കുറിച്ചാണ്. നിങ്ങൾക്ക് പേര് കേൾക്കുമ്പോൾ നെറ്റൊന്നും ചുളിയണ്ട. ഇന്നലെ അയാൾ കോൺഗ്രസിൽ ചേർന്നു. ഇന്ന് അയാൾ പാണക്കാട്ട് വന്നു. ഇപ്പൊ പറയുന്നത് അയാൾ കാളിയനാണ്. കാളിയൻ എന്ന് വെച്ചാൽ ഹിന്ദു പുരാണത്തിൽ ഒരു വിഷസർപ്പാണ്. യമുനയിലെ വിഷസർപ്പമായിരുന്നു എന്നാണ്. ഈ വിഷസർപ്പത്തെ പേടിച്ച് കുട്ടികൾ യമുനയിലേക്ക് പോവാതായി. അതാണ് കഥ.
ആ വിഷസർപ്പമാണ് ആര്? സന്ദീപ് വാര്യർ എന്നാണ്. ഒരാഴ്ച മുമ്പ് നിങ്ങൾ കേട്ടോ, സന്ദീപ് വാര്യർ ക്രിസ്റ്റൽ ക്ലിയർ കോംറേഡ് ആവും. ആരാ പറഞ്ഞത്? AK ബാലൻ BJPയുമായി തെറ്റി സന്ദീപ് വാര്യർ എന്ന നേതാവ് അങ്ങനെ ഔറാഫിൽ നിൽക്കുകയാണ്. കോൺഗ്രസിലേക്കും അറിയില്ല, CPMലേക്കും അറിയില്ല, CPIയിലേക്കും അറിയില്ല. അപ്പൊ ആരെ വേണമെങ്കിലും സ്വാഗതം ചെയ്യുന്ന ഒരാളാണ് ആര്? AK ബാലൻ. മിനിഞ്ഞാന്ന് രാത്രി ഈ കുറുവാ സംഘത്തിൽ ഒരു കള്ളൻ പോലീസിന്റെ കയ്യിൽ നിന്ന് ചാടിപ്പോയി. ഈ വാർത്ത അറിഞ്ഞ വഴി AK ബാലന്റെ പ്രസ്താവന, ചാടിപ്പോയ കുറുവാ സംഘത്തിലെ കള്ളന് CPMലേക്ക് സ്വാഗതം എന്നാണ്. കഴിഞ്ഞ ആഴ്ച വേറൊരു ഗോസിപ്പ് വന്നു. എന്താണ്? ഈ ഐശ്വര്യ റായിയും അമിതാഭ് ബച്ചന്റെ മകൻ അഭിഷേക് ബച്ചനും തമ്മിൽ ചെറിയ ലോഹ്യക്കുറവാണ്. അവർ വഴക്കാവും, ചിലപ്പോൾ പിരിയും, അറിഞ്ഞു കേട്ടില്ല. സഖാവ് അപ്പം തന്നെ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി വാർത്താ സമ്മേളനം പറഞ്ഞിട്ട്, അഥവാ അഭിഷേക് ബച്ചനുമായി തെറ്റുന്നുവെങ്കിൽ ഐശ്വര്യ റായിക്ക് CPMലേക്ക് സ്വാഗതം എന്നാണ്. ഈ വിദ്വാൻ ഇവർക്കൊരാഴ്ച മുൻപ് വരെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുൻപിൽ സന്ദീപ് വാര്യർ എന്ന BJP നേതാവ് അയാളുടെ നിലപാട് തുറന്നു പറയുന്നത് വരെ അയാൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു. ഇന്നലെ അയാൾ പറഞ്ഞു, ക്ലിയറായി പറഞ്ഞു, വ്യക്തമായി പറഞ്ഞു. എന്താ പറഞ്ഞത്? ഞാൻ കോൺഗ്രസിന്റെ കൂടെ ആയിരിക്കും. കേരളത്തിലെ ചാനലുകൾ അവർ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയുള്ളവരാണോ? അവർ ചോദിച്ചു സന്ദീപ് വാര്യരോട്, നിങ്ങൾ BJPയുടെ നാവായിരുന്നു, BJPയുടെ മുഖമായിരുന്നു. കേരളത്തിലെ ചാനൽ മുറികളിൽ വന്ന് സംഘപരിവാർ രാഷ്ട്രീയത്തിന് വേണ്ടി നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ മറന്നിട്ടില്ല, നിങ്ങളത് മാറ്റി പറയുകയാണോ? അയാൾ കൊടുത്ത മറുപടിയിൽ ഞാൻ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരോട് പറയുന്നു, അയാളുടെ നിലപാടുണ്ട്. ഞാൻ ആ പറഞ്ഞത് മുഴുവൻ വെറുപ്പിന്റെ ഫാക്ടറിയായ ഒരു പാർട്ടിയിൽ നിന്നാണ്. ഒന്നുകൂടി പറഞ്ഞു, എന്നെ കൊണ്ടത് പറയിപ്പിച്ചത് ഞാൻ വിശ്വസിച്ചിരുന്ന ആ പ്രത്യയശാസ്ത്രമാണ്. ആ പ്രത്യയശാസ്ത്രത്തെ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ കോൺഗ്രസിന്റെ സാധാ അംഗമായി ചേരുന്നത്. ഇന്നിപ്പോ പിണറായി വിജയൻ സാദിഖ് അലി തങ്ങളെ മെക്കിട്ട് കയറുന്നത് എന്തിനാ? സന്ദീപ് വാര്യർ വന്നപ്പോ വീട്ടിൽ കയറ്റി, ചായ കൊടുത്തു, കയ്യിൽ പിടിച്ചു, കുഞ്ഞാലിക്കുട്ടി സാഹിബ് പോയി എന്നാണ്. നിങ്ങൾ എന്താ പറയുന്നത്? ഒന്ന് മനസ്സ് പറയുന്നത്. ഒറ്റ BJPക്കാരനും പാർട്ടി മാറരുത്. BJPക്ക് വോട്ട് ചെയ്യുന്നവൻ കാലാകാലം BJPക്ക് വോട്ട് ചെയ്യണം. എന്നാ BJP തോക്കുവോ? അവരുടെ കൂടെ നിൽക്കുന്നവർ, അവരുടെ രാഷ്ട്രീയം പറയുന്നവർ, ആ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി വെറുപ്പ് സംസാരിച്ചവർ, അവരെ മാറ്റണം. പരിവർത്തനം വന്നാൽ കൂടെ നിർത്തണം, സംരക്ഷിക്കണം, ഉയരങ്ങളിലേക്ക് കൊണ്ടുവരണം. നാളെ ഒരാൾക്ക് ആ രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ മാതൃകകൾ സൃഷ്ടിക്കണം. ഇന്ന് സന്ദീപ് വാര്യർ വരുമ്പോ പാണക്കാട്ട് തങ്ങൾ വീട് പൂട്ടി വെച്ചാലോ? സന്ദീപ് വാര്യരെ ചൂണ്ടിക്കാണിച്ചിട്ട് RSSന്റെ BJPയുടെ രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ നിൽക്കുന്നവരോട് പറയും, കണ്ടോ, കയറ്റിയില്ല, മിണ്ടിയില്ല, കൂടെ കൂടിയില്ല എന്ന് വച്ചാൽ ഇവിടുന്ന് പോയാൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുൻപിൽ നിങ്ങൾക്ക് വിലയില്ല. BJPയിൽ നിന്ന് മരിച്ചോ? ഇതാണ് LDF പറയുന്ന രാഷ്ട്രീയം. RSSന് BJPക്ക് ഒരാളെ നഷ്ടപ്പെട്ടപ്പോ അത് സഹിക്കവയ്യാതെ നിലവിളിക്കുന്നത് ആര്? പിണറായി വിജയൻ. നിങ്ങൾക്കറിയോ ഈ പിണറായി വിജയന്റെ ഒരു ജാഥ CPMന്റെ സഖാക്കൾ കേൾക്കുക, ഓൺലൈനിൽ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, ആ ജാഥ തലശ്ശേരിയിൽ വന്നു വർഷങ്ങൾക്ക് മുൻപ്. ആ തലശ്ശേരിയിൽ ഒരു വീടുണ്ട്. ഞാനൊരു SFI പ്രവർത്തകനായിരിക്കാൻ ഞാൻ ആ വീട്ടിൽ പോയിട്ടുണ്ട്. അവിടെ ഒരു അമ്മയെ കണ്ടിട്ടുണ്ട്, നെഞ്ചുപൊട്ടിക്കല വിളിച്ച് മനസ്സിന്റെ സമനില ഇപ്പോഴും നഷ്ടപ്പെട്ട ഒരു അമ്മ. SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സഖാവ് KV സുധീഷിന്റെ അമ്മ. എന്റെ മൂത്തുമ്മാന്റെ വീട് അവിടെയാ. ഞാൻ SFIക്കാരനായിരിക്കും. മൂത്തുമ്മാടെ വീട്ടിൽ പോയപ്പോ ആ വീട്ടിൽ പോയി ഒരു സിയാറത്തിൽ പോകുന്നത് പോലെ ആ അമ്മയെ കണ്ടു. സഖാവ് സുധീഷ് കൊല്ലപ്പെട്ട കാലത്ത് ഇപ്പൊ കേരളത്തിലെ CPMനെ നയിക്കുന്ന നേതാക്കന്മാർ, സന്ദീപ് വാര്യർ കാളിയന്റെ വിഷമുള്ള ആൾ എന്ന് പ്രസംഗിച്ച നേതാവ് MP രാജേഷ്, അയാളും SFI നേതാവാണ്. ഞാൻ SFIയിൽ ഉണ്ടായിരിക്കെ എന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു സഖാവ് MP രാജേഷ്. ഈ MP രാജേഷും ഞങ്ങളുമൊക്കെ സുധീഷിന് വീട്ടിന്റെ ഉള്ളിൽ കയറി RSSുകാർ പെറ്റ അമ്മയുടെ മുന്നിൽ, ജന്മം നൽകിയ അച്ഛന്റെ മുൻപിൽ കൊത്തി നുറുക്കിയപ്പോ വിളിച്ചൊരു മുദ്രാവാക്യമുണ്ട്. കൊന്നത് OK വാസുവാണ്. OK വാസുവിനെ നിങ്ങൾക്ക് അറിയില്ല. നിങ്ങളുടെ തൊട്ടടുത്ത് പാനൂർക്കാരനാണ്. BJPയുടെ നേതാവായിരുന്നു. കേരളത്തിൽ കണ്ണൂരിൽ BJP നടത്തുന്ന സായുധ അക്രമങ്ങളുടെ പിന്നിലെ തലച്ചോറായിരുന്നു OK വാസു. ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചു, സുധീഷിനെ കൊല്ലിച്ചത് OK വാസുവാണ്. പിന്നെ ഞാൻ SFI വിട്ടു. അള്ളാന്റെ അപാരമായ അനുഗ്രഹത്താൽ ലീഗിന് വന്നു. വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഈ OK വാസുവിന്റെ പേര് പിന്നെയും കേൾക്കുകയാണ്. അന്നത്തെ OK വാസു സുധീഷിനെ കൊല്ലാൻ
അമ്മയുടെ മുന്നിലിട്ട്, അച്ഛന്റെ മുന്നിലിട്ട് ആ പാവപ്പെട്ട വിദ്യാർത്ഥിയെ കൊത്തിനുറുക്കാൻ RSSകാരന്റെ കയ്യിൽ ആയുധം കൊടുത്ത് പറഞ്ഞയച്ച OK വാസു തലശ്ശേരിയിൽ പിണറായി വിജയന്റെ ജാഥയുടെ സ്റ്റേജിലേക്ക് കയറി വരികയാണ്. കയറി വരുമ്പോഴോ ഒരു ചെങ്കൊടി ഉയർത്തിയിട്ട് പിണറായി അത് വാസുവിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കാണ്. ഏത് കൈകൾ? കണ്ണൂരിൽ ചെങ്കൊടി ഉയർത്തിപ്പിടിച്ചതിന്റെ പേരിൽ RSSകാർ കൊത്തുനുറുക്കിയ നൂറുകണക്കിന് വരുന്ന CPM പ്രവർത്തകരുടെ ചോര കൈകളിൽ പുരണ്ട OK വാസുവിന്റെ കയ്യിലേക്ക് പിണറായിക്ക് ചെങ്കൊടി വെച്ചു കൊടുക്കാം. BJPയുമായി തെറ്റിപ്പോന്നിട്ടോ നമോ വിചാർ മഞ്ച് ഉണ്ടാക്കി. നിങ്ങൾക്ക് ഓർമ്മയില്ല, ജലീല് ലീഗ് വിട്ടപ്പോ നേരെ പോക്കല്ല LDFല് ആണോ? എന്താ ചെയ്യാ? ഒരു CH പഠന കേന്ദ്രം ഉണ്ടാക്കും അല്ലേ? എന്നിട്ട് ലീഗിന്റെ മൂത്താപ്പായാവാൻ നോക്കും. അവിടുന്ന് LDFൽ പോവും. ഞാൻ CPM വിട്ട കാലത്ത് എന്റെ നാട്ടിൽ ചെയ്തത് ഒരു ചെഗുവേര പഠന സാംസ്കാരിക കേന്ദ്രം ഉണ്ടാക്കി. ആദ്യം അതിനെ കൊണ്ട് 5 കൊല്ലം അങ്ങ് നിന്നു. പിന്നെയാണ് അള്ളാന്റെ കുതിർത്താല ഈ പാർട്ടിയിൽ വരുന്നത്. എന്നതുപോലെ OK വാസു എന്താ ചെയ്തെന്നറിയോ? BJP വിട്ടു, നമോ വിചാർ മഞ്ച് എന്ന സംഘടന ഉണ്ടാക്കി. BJPയുടെ മൂത്താപ്പയായി. അതിന്റെ നേതാവായിരിക്കെ ഞാൻ അവരുടെ പ്രത്യയശാസ്ത്രത്തെ, ആ വെറുപ്പിന്റെ ഫാക്ടറി ഉപേക്ഷിച്ചു എന്ന് സന്ദീപ് വാര്യർ പറയുമ്പോ സംശയമേതുമില്ലാതെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ അത് സ്വീകരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങളെ പ്രലോഭിപ്പിക്കാൻ ശ്രമിക്കുന്നവർ, നിങ്ങളെ പരിഹസിക്കുന്നവർ, അവരുടെ സംസ്ഥാന നേതാവിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയുടെ കയ്യിൽ ആ ചെങ്കൊടി വച്ചു കൊടുത്തവരാണ്. തീർന്നില്ല. മാസങ്ങൾക്ക് മുൻപ് പത്തനംതിട്ടയിൽ 50 RSSകാർ ഒരുമിച്ച് CPMലേക്ക് വന്നു. അവിടുത്തെ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു പോയി അവർക്ക് മെമ്പർഷിപ്പും കൊടുത്തു. ആ സമ്മേളനത്തിൽ അവരുടെ കയ്യിലേക്ക് കൊടിയെടുത്തു കൊടുത്തത് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വീണ വിജയൻ. അതിലൊരാൾ ശരൺ ചന്ദ്രൻ എന്നാണ് പേര്. എന്ന് വെച്ചാൽ RSSൽ നിന്ന് CPMൽ വന്ന ആൾ. അയാൾ ഇവിടെ വന്നു. വരുന്നതിന് മുൻപേ കാപ്പ കേസിലെ പ്രതിയാണ്. കാപ്പ കേസിലെ പ്രതി എന്ന് വെച്ചാൽ അതിൽ നിന്ന് തടിയെടുക്കാതെ താമസിക്കുന്ന നാട്ടിൽ പോവാൻ പറ്റില്ല. അത്ര വലിയ ക്രിമിനൽ. ആ ക്രിമിനലിനെ ഇവര് CPIയിൽ കൊണ്ടുവന്നപ്പോഴോ അവിടുത്തെ DYFIയുടെ മേഖലാ പ്രസിഡന്റാക്കി. 3-ാമത്തെ ആഴ്ച. സന്ദീപ് വാര്യർക്ക് ഇതുവരെ കോൺഗ്രസ് ഒരു പദവിയും കൊടുത്തിട്ടില്ല, ഒരു ചുമതലയും കൊടുത്തിട്ടില്ല. കാപ്പ കേസിലെ പ്രതിയായ RSSകാരന് വന്നതിന്റെ 3-ാം പക്കം DYFIയുടെ നേതാവിന്റെ പദവി. അത് കിട്ടിയതിന്റെ സന്തോഷത്തില് ബാറിപ്പോയിട്ട് കൂടുകയാണ്. ആര്? ഈ വന്ന RSSും DYFIയിൽ നിന്ന RSSും എല്ലാം കൂടി. ഈ ശരൺ ചന്ദ്രൻ നിന്ന RSSുമായിട്ട് തെറ്റി. ഒരു ബിയറിന്റെ കുപ്പി എടുത്ത് തല്ലി പൊട്ടിച്ച് DYFIക്കാരന്റെ പള്ളക്ക് കുത്തി. വന്നവൻ ഇവിടെ ഉള്ള കുട്ടികളുടെ പള്ളക്ക് കുത്തി. ഇനി കഴിഞ്ഞ ആഴ്ച അവന്റെ ബർത്ത്ഡേ ആയിരുന്നു. ആരുടെ? ഈ RSSകാരനായ മാനസാന്തരം വന്നു എന്ന് പറഞ്ഞ് ചെങ്കൊടി കയ്യിൽ കൊടുത്ത് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി CPMലേക്ക് കൂട്ടിയ ശരത് ചന്ദ്രന്റെ ബർത്ത്ഡേ കേക്കിൽ എഴുതി വെച്ചത് കാപ്പ.